ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓവൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് പാനിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ വളരെ സുലഭമായി കിട്ടുന്ന ഐറ്റംസ് മാത്രം വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് പലപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ നമ്മുടെ പുറത്ത് വലിക്കുന്ന കാര്യം ഓവൻ ഇല്ല എന്നുള്ളതായിരിക്കും പലർക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കേക്ക് റെസിപ്പി ഞാൻ കാണിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് എന്തൊക്കെയാണ് ഐറ്റംസ് വേണമെന്ന് നോക്കാം. ഇതൊരു ഗ്ലാസ് ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഒരു 1/4 കപ്പ് തൈരാട്ടോ. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. ഒരു 100 ഗ്രാം പഞ്ചസാര ഉണ്ടാവും കേട്ടോ. ഇത് ഒരു മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് കയ്യിലില്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 കപ്പ് റവയാണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 200 ഗ്രാമിന് താഴെ വരുള്ളൂ. 185 ഗ്രാമൊക്കെ ഉണ്ടാവും. സെമോലിനോ സൂചി എന്നൊക്കെ പറഞ്ഞ സാധനം. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇതൊരു മസ്റ്റ് ഐറ്റം അല്ല. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്യാം. രണ്ടും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വളരെ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നല്ല സക്സസ് ആയ ഐറ്റാട്ടോ. അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 കപ്പ് പാലാട്ടോ. സാധാ പശുവും പാൽ ആഡ് ചെയ്യുന്നത്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മിക്സ് അപ്പം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ചെയ്യേണ്ടത് ഇതിനൊരു 20 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണേ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പാൻ എടുക്കാൻ പോവുക. ഈ പാനിലേക്ക് ഒരല്പം നെയ്യോ എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത നെയ്യുടെ കുറച്ച് ബാക്കി കൂടി ഇരിപ്പുണ്ട്. ഇടം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒരേ തിക്നെസ് വരത്തക്ക രീതിയിൽ ചെയ്യണം കേട്ടോ. മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനൊരു ലിഡ് കൊണ്ട് അടച്ചിട്ട് കുക്ക് ചെയ്യണം. എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് വളരെ ലോ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 5 മിനിറ്റോളം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാം. യെസ്, സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. പുറം വെന്തിട്ടില്ല കേട്ടോ. ഏറ്റവും ബുദ്ധിമുട്ടിയ പണി ഇതാട്ടോ. ഇളകുന്നുണ്ട്, പക്ഷെ മറിച്ചിടാനുള്ളൊരു എന്തായാലും ഇത് തിരിച്ചിട്ടപ്പോൾ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മറുവശവും ഇതുപോലൊരു 4-5 മിനിറ്റ് ഒന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ അതേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നോ ഓവൻ കേക്ക് റെഡിയാണ്. അത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നില്ല. വേറെ കുഴപ്പമൊന്നും പറ്റില്ല. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാണ് കേട്ടോ. യെസ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക് കണ്ടോ. റിയലി യമ്മിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം. ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഒരു ചെറിയ കേക്ക് റെസിപ്പി ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം പ്രതീക്ഷ ഇന്നോവേഷൻസ്.